ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബോധനയുടെ ഈ ബൈബിൾ സ്റ്റഡി സീരീസ് ഇതിന്റെ 4ാമത്തെ സെഷനിലേക്ക് ഇവരെ ഹാർദമായി സ്വാഗതം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ ഈ ബോധനയുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കാം. ശ്രീകാര്യം ബഥേൽ മാർത്തോമ ഇടവകാംഗമായ VI ജേക്കബ് സാറ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ബോധനയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഒന്നിച്ച് കൂടി വന്ന് ദൈവമേ ബൈബിൾ സ്റ്റഡി നടത്തുവാനായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ കൂടിവരവ് അർത്ഥവത്തായ രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു ആന്തരികമായ അനുഭവമായി തീരുവാൻ, വ്യതിയാനങ്ങൾ സൃഷ്ടിപ്പാൻ, ഞങ്ങൾക്ക് കൂടുതലായിട്ട് വേദപുസ്തക പരിജ്ഞാനം ലഭിക്കാനായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ കർത്താവെ അത് എല്ലാ വിധത്തിലും ഇത് അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഞങ്ങളുടെ കൂടിവരയിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇന്ന് മാനവികതയുടെ സ്ഥായി ഭാവങ്ങൾ എന്ന വിഷയത്തില് ഗീവർഗീസ് അച്ഛന് ഇന്നത്തെ പ്രഭാഷണം നടത്തുമ്പോൾ കർത്താവെ വർഗീസിനോടുകൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ കർത്താവെ ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാഷണം നൽകുവാനും ഞങ്ങൾക്കെല്ലാം അത് അനുഗ്രഹമായി തീരുവാനും ഇടയായി തീരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുനിലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങളെല്ലാം നിറയ്ക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബോധനയുടെ ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുമേ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ബോധനയുടെ 4ാമത്തെ ബൈബിൾ സ്റ്റഡിയാണ് ഇന്ന് നടക്കുന്നത്. ഇതുവരെയും നമുക്ക് ലഭിച്ച നല്ല ഉൾക്കാഴ്ചകൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം കുറച്ചും കൂടെ മികവുറ്റതാക്കി തീർക്കുന്നതിന്, ആഴമുള്ളതാക്കി തീർക്കുന്നതിന് സഹായകരമായ നല്ല ചിന്തകളാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഈ ബൈബിൾ സ്റ്റഡി മാസത്തിൽ 2 തവണയെങ്കിലും നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. വെള്ളിയാഴ്ച എന്നുള്ളത് മാറ്റിയിട്ട് വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ മറ്റ് വെബിനാറുകളും മറ്റും നടക്കുന്നത് കൊണ്ട് നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാണ് ചൊവ്വാഴ്ചകളിൽ ഈ ബൈബിൾ സ്റ്റഡി നടത്തത്തക്കവണ്ണം ഒന്ന് മാറി ചിന്തിക്കുന്നതിനിടയായി തീർന്നത്. ഇന്നത്തെ ഈ 4ാമത്തെ സെഷന് നമുക്ക് മോഡറേറ്ററായിട്ട് നമുക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട രാജു ജോർജ് അഞ്ചേരി അച്ഛനാണ്. 1989 മുതൽ 2016 വരെ ഉള്ള കാലയളവിൽ മാർത്തോമാ സഭയുടെ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ സജീവ സേവനത്തിലായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. ഇടവക വികാരി, CSSന്റെ സെക്രട്ടറി, EJ ഇൻസ്റ്റിറ്റ്യൂട്ട്, AMM ബൈബിൾ സ്റ്റഡി എന്നീ വേദ പഠന സ്ഥാപനങ്ങളിൽ അധ്യാപകൻ, യുവജന സഖ്യത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, കേന്ദ്ര വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ യുവജന സഖ്യത്തിന്റെ സാരഥിയായി നേതൃത്വം നൽകി. കോട്ടയം വൈദിക സെമിനാരിയിലും മറ്റും അച്ഛൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സഭാ കൗൺസിൽ അംഗം, വൈദിക സെലക്ഷൻ ബോർഡ് എന്നീ സ്ഥാപനങ്ങളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അച്ഛന് ദൈവം അവസരം നൽകി. നല്ലൊരു ഗ്രന്ഥകാരനാണ്, എഴുത്തുകാരനാണ്. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുമൊക്കെ അച്ഛൻ ഈ നാളുകളിൽ സജീവമായി നേതൃത്വം നൽകുന്നു. നമ്മുടെ പല വെബിനാറുകൾക്കും അച്ഛൻ മോഡറേറ്ററായും അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചുമൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോട് ഞാൻ അല്പം മുമ്പാണ് ഈ കാര്യം പറഞ്ഞത്. അച്ഛൻ ഇന്ന് ഈ സെഷന് മോഡറേറ്റർ ആയിരിക്കണമെന്ന്
അച്ഛനോട് അഭ്യർത്ഥിച്ചപ്പോൾ അച്ഛനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രിയപ്പെട്ട രാജു ജോർജ് അഞ്ചേരി അച്ഛനെ ഈ ബോധനയുടെ 4ാമത്തെ ബൈബിൾ സ്റ്റഡി സെഷനിലേക്ക് മോഡറേറ്ററായിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് നേർ നൽകുന്ന നമുക്ക് പരിചിതനായ പ്രിയപ്പെട്ട ഡോക്ടർ ജി വർഗീസ് അച്ഛനാണ്. അച്ഛൻ കൊല്ലം തേവള്ളി സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ അംഗമാണ്. 1977 മുതൽ 2017 വരെയുള്ള കാലയളവിൽ വിവിധ ഇടവകളിൽ വികാരിയായി അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുംബൈയിൽ ചെമ്പൂർ, വിക്രോളി തുടങ്ങി ന്യൂയോർക്ക്, സെന്റ് തോമസ്, എബനേസർ, ബോസ്റ്റൺ, വാഷിംഗ്ടൺ തുടങ്ങി എറണാകുളം, ശാലയും തിരുവനന്തപുരം, നന്തൻകോട് തുടങ്ങി വിവിധ ഇടവുകളിൽ വളരെ അനുഗ്രഹീതമായ നേതൃത്വം പ്രിയപ്പെട്ട ജി വർഗീസ് അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ അച്ഛൻ വേദപഠന സഹായിയുടെ എഡിറ്ററായി, കാക്കനാട് പബ്ലിക് സ്കൂളിന്റെ മാനേജറായി, മുളന്തുരുത്തി MSOT സെമിനാരിലെ അധ്യാപകനായി, ബാംഗ്ലൂർ ECCയുടെ റിസോഴ്സ് പേഴ്സണായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ കൊല്ലം സെന്ററിലെ പട്ടക്കാരുടെ കൂട്ടത്തിൽ വളരെ അനുഗ്രഹീതമായ നേതൃത്വവും ഇടപെടലും നടത്തുന്ന വ്യക്തി കൂടെയാണ്. അച്ഛൻ അനുഗ്രഹീതമായ ഒരു പ്രഭാഷകനാണ്. ഇന്ന് നമുക്ക് നേർ നൽകുവാൻ തക്കവണ്ണം അച്ഛൻ വളരെയധികം താല്പര്യവും നമ്മളോടുള്ള ആ ഒരു ഇടപെടുന്നതിന് അച്ഛൻ വളരെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് ഞാൻ വൈകുന്നേരത്തെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ച സന്ദർഭത്തിൽ അച്ഛനൊരു ടെക്നിക്കൽ കമ്പ്യൂട്ടറിനൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായി. ഞാൻ പറഞ്ഞു ദൈവം അച്ഛനെ സഹായിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി അച്ഛൻ്റെ കുറിപ്പുകളെല്ലാം അച്ഛൻ്റെ കമ്പ്യൂട്ടറിലായിരുന്നു. എങ്കിലും ഈ ബോധനയുടെ ഈ സെഷനെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് നമ്മോടൊപ്പം അച്ഛനായിരിക്കുന്നു. ഇന്നത്തെ സെഷൻ നേർ നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ ജി വർഗീസ് അച്ഛനെ ഈ ബോധനയുടെ സെഷനിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വവും സഹകരണവും പങ്കാളിത്തവും തീർച്ചയായും നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടെ ഈ ബോധനയുടെ കൂട്ടായ്മയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. വിവിധ ടൈം സോണുകളിൽപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സംബന്ധിക്കുന്ന ആളുകളുണ്ട്. ഈ ദിവസങ്ങളിൽ പല ഡയോസിസിലും കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. ആ കൺവെൻഷന്റെ ഇടയ്ക്കും ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ബോധനയിലെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സെഷൻ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട രാജീവഞ്ചേരി അച്ഛൻ ഈ ബൈബിൾ സ്റ്റഡി അത് നിയന്ത്രിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. രാജീവഞ്ചേരി അച്ഛനെ ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛാ. ഇന്ന് നമുക്ക് ക്ലാസ്സുകളെടുത്ത് നമ്മെ നയിക്കുന്നത് പ്രിയപ്പെട്ട ജി വർഗീസ് അച്ഛനാണ്. ജോർജ് വർഗീസ് അച്ഛൻ, സരസൻ അച്ഛൻ. അച്ഛൻ അഞ്ചേരിൽ എൻ്റെ വികാരിയായിരുന്നു 35 വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ ഒരുമിച്ച് വേദപഠന സഹായിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴയ പരിചയക്കാരാണെന്നുള്ള കാര്യം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. അച്ഛനെ പഠിക്കുന്നതിലും വേദപുസ്തക കൈകാര്യം ചെയ്യുന്നതിലും നേതൃത്വം നൽകുന്നതിലും ക്ലാസ്സുകൾ എടുക്കുന്നതിലും വളരെ ശുഷ്കാന്തിയോടുകൂടി അത് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ബോധനയുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് അച്ഛനെ ഞാൻ വളരെ ഹാർദവമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജി വർഗീസ് അച്ഛനെ ഞാൻ വളരെ ഹാർദവമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് അച്ഛനെ ക്ഷണിക്കും. താങ്ക് യു അച്ഛാ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത്തരത്തിലുള്ള ഒരു പഠന പദ്ധതി പ്രിയപ്പെട്ട സുനിലച്ഛൻ്റെ ദർശനത്തിൽ നൽകിയ ദൈവത്തിന് നന്ദി. അതിൽ സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇനിഷ്യേറ്റീവ് എടുത്ത് ഓർഗനൈസ് ചെയ്യുന്നതായിട്ടുള്ള അച്ഛനെ ഞാൻ ശ്ലാഘിക്കുകയാണ്. എനിക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അഡ്രസ് ചെയ്യുന്നതിന് അല്പം ഈ സ്വാതന്ത്ര്യ കുറവുള്ള ആളാണ്.
സാധാരണ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഓൺലൈൻ ക്ലാസ്സുകളിൽ എനിക്ക് ലഭിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത് അവോയ്ഡ് ചെയ്യുകയാണ് സാധാരണ പതിവ്. എന്നാൽ സുനിലച്ചൻ നിർബന്ധിച്ചപ്പോൾ, സ്നേഹത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അത് നിരകരിക്കാൻ തോന്നിയില്ല, അത് ഏറ്റെടുത്തു. എന്നാൽ ഇന്നിപ്പോ കൂനിന്മേൽ കുരു എന്ന പോലെ അത് കമ്പ്യൂട്ടറിൽ ആരുടെങ്കിലും സിസ്റ്റത്തിലാണെങ്കിൽ എനിക്ക് ആരുടെങ്കിലും 3-4 പേരുടെ മുഖമെങ്കിലും കണ്ട് സംസാരിക്കാം. ഇന്നിപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ആരുടെയും മുഖം കാണാനായിട്ട് ഒക്കുന്ന ഒരു സംവിധാനം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ എൻ്റെ മെഷീനിനോടാണ്, എൻ്റെ ഫോണിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഒരല്പം സ്വാതന്ത്ര്യക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് ഉണ്ടാകുന്നെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളൂ. മാനവികതയുടെ സ്ഥായി ഭാവങ്ങൾ, എൻഡ്യൂറിംഗ് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന ടൈറ്റിലിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന 3 എൻഡ്യൂറിംഗ് ഡയമെൻഷൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ 3 സ്ഥായി ഭാവങ്ങളും കോട്ട് ആൻഡ് കോട്ട് എക്സ്ക്ലൂസീവ്ലി ക്രിസ്ത്യൻ എന്ന് പറയാൻ കഴിയാത്തതിനാലാണ് ക്രിസ്ത്യൻ എന്ന വാക്കിന് പകരം ഹ്യൂമൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മാനവ ജാതിയുടെ നിലനിൽപ്പിനും അതിലൂടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും നിമിത്തമാകുന്ന സ്ഥായിയായ 3 അടിസ്ഥാന പ്രമാണങ്ങളാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1 കൊരിന്ത്യർ 13 പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ. ഇവയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അതിന്റെ ഓതർ ആരാണ് എന്നറിയാൻ പാടില്ല, വളരെ ശ്രദ്ധേയമായ ഒരു ഡെഫിനിഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ അവതരിപ്പിക്കട്ടെ. ഫെയ്ത്ത് ഈസ് ദ ഡയമെൻഷൻ that reaches upward and claims the power of God. Hope is the dimension that reaches forward and claims the purpose of God. Love is the dimension that reaches outward and claims the people of God. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. Faith is the dimension that reaches upward and claims the power of God. Hope is the dimension that reaches forward and claims the purpose of God. Love is the dimension that reaches outward and claims the people of God. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതിയത് AD 53-55 കാലഘട്ടങ്ങളിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. കൊരിന്ത് അക്കാലത്ത് ഒരു കോസ്മോപൊളിറ്റൻ പട്ടണമായിരുന്നു. വാണിജ്യത്തിനും അതുപോലെ തന്നെ കരകൗശല വിദ്യയ്ക്കും പ്രസിദ്ധമായിരുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അനേകർ പട്ടണത്തിലേക്ക് വരും ആയിരുന്നു എന്നതുകൊണ്ട് എല്ലാ പ്രകാരേണയും അത് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോരുത്തരും വരുമ്പോൾ അവരുടെ സംസ്കാരവും അവരുടെ മതബോധവും അവിടെ കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി കൾച്ചറൽ, മൾട്ടി റിലീജിയസ് കമ്മ്യൂണിറ്റിയായി അത് വളർന്നു വരികയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അക്കാലത്ത് ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് ഒരു സിൻ സിറ്റി എന്നായിരുന്നു. ഇന്ന്
ലാസ് വേഗസ് പോലെ, പട്ടയ പോലെ ഉള്ള ഒരു സിൻ സിറ്റി എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി ക്രിസ്തീയ സമൂഹത്തെയും സ്വാധീനിച്ചിരുന്നു. അവരുടെ ജീവിതക്രമം ക്രിസ്തു സ്വാധീനത്തിന് വിധേയമാക്കണമെന്നും ഉള്ള പ്രബോധനമാണ് വിശുദ്ധ പൗലോസ് ഈ ലേഖനത്തിൽ നൽകുന്നത്. സഭയിൽ ഉയർന്നു വന്ന അംഗങ്ങൾക്കിടയിലെ ഭിന്നതകൾ, ലൈംഗിക അധാർമികത, ആരാധനാ രീതികളെ കുറിച്ചുള്ള ആശയക്കുഴപ്പം, യേശുവിന്റെ പുനരുത്ഥാനം എന്നിവയുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനാണ് പൗലോസ് ഈ കത്ത് എഴുതിയത്. ദൈനംദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും പുനരുത്ഥാനവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികൾ മാതൃകയോടും ധാർമ്മികതയോടും കൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ ലേഖനത്തിൽ ഊന്നി പറയുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലേഖനം ഒരു തിരുത്തൽ കത്തായും സാമൂഹിക വെല്ലുവിളികൾക്കിടയിലും ക്രിസ്തീയ വിശ്വാസം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രബോധനമായും വിശ്വാസികളെ അവരുടെ സമൂഹത്തിനുള്ളിൽ ഐക്യം വളർത്തുന്നതിനൊപ്പം യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുമായി താതാത്മ്യപ്പെടുത്തുവാനുള്ള പ്രോത്സാഹന സന്ദേശമായും നമുക്ക് കാണുവാനായിട്ടും കഴിയും. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിനെ ദ സോങ് ഓഫ് ലവ്, എപ്പിസൽ ഓഫ് ലവ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ദൈവ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് എന്ന് കരുതപ്പെടുന്നതും എന്നാൽ യഥാർത്ഥ സ്നേഹമില്ലാതെയും സംഭവിക്കാൻ സാധ്യതയുള്ള 3 അനുഭവങ്ങൾ വരച്ചു കാണിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്ന് വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ യഥാർത്ഥമായ സ്നേഹം അത് എന്തായിരിക്കണം എന്ന് പറയുന്നതിന് മുൻപ് എന്തല്ല സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നു. ഇതിനെ നമുക്ക് സ്യൂഡോ ഫെയ്ത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. കപട വിശ്വാസം. സ്നേഹമില്ലാത്ത വിശ്വാസം കപടമാണെന്നും സ്നേഹത്തിലല്ലാത്തതായിട്ടുള്ള എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളും വ്യർത്ഥമാണ് എന്നും വിശുദ്ധ പൗലോസ് ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. തുടർന്ന് സ്നേഹത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന 3 വാക്കുകളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഒന്നാമത് ഫെയ്ത്ത്, വിശ്വാസം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ faith is the dimension that reaches upward and claims the power of God. Faith എന്ന വാക്ക് നമുക്കറിയാം ഒരു എക്സ്ക്ലൂസീവ്ലി റിലീജിയസ് ടേം അല്ല. എല്ലാ ആളുകളും ജീവിക്കുന്നത് അവർക്ക് എന്തിലെങ്കിലും ആരിലെങ്കിലും
വിശ്വാസമുള്ളത് കൊണ്ടാണ്. ദൈവത്തെയോ ഏതെങ്കിലും ദൈവിക ഭാവങ്ങളെയോ ഇടപെടലുകളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവർക്കും വിശ്വാസമുണ്ട്. ഉദാഹരണം, ചിലർക്ക് ശാസ്ത്രത്തിലായിരിക്കാം വിശ്വാസം, ചിലർക്ക് ടെക്നോളജിയിലായിരിക്കാം. ദൈവമില്ല എന്ന് പറയുന്ന ആ അനുഭവം തന്നെ അതൊരു വിശ്വാസത്തിന്റെ പ്രകടഭാവമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തല്ല വിശ്വാസം എന്ന് പറഞ്ഞ് ആരംഭിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സ്യൂഡോ ഫെയ്ത്തിന്റെ ഗണത്തിൽ വരുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒന്ന് ഞാൻ വേർഡ് ചെയ്യുന്നത് അത് ക്രെഡുലിറ്റി എന്ന വാക്കാണ്. അന്ധമായ വിശ്വാസം എന്ന വാക്ക്. അതായത് എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന, കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ വിശ്വസിക്കുന്ന, അന്ധമായി വിശ്വസിക്കുന്ന, വ്യക്തിഗത ബോധ്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട സ്വഭാവമുള്ള വിശ്വാസം. അവയിൽ അനാചാരം, ദുരാചാരം, അന്ധവിശ്വാസം, രാഹു, ജാതകം, ആഭിചാര ക്രിയകൾ, കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ ക്രെഡുലസ് ഫെയ്ത്തിൽ വരും. ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കേവർക്കും വളരെയേറെ പരിചിതമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവിശ്വാസകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. രണ്ടാമത്തെ വാക്കാണ് ക്രീഡൻസ് എന്ന് പറയുന്നത്. ഈ കൂട്ടർ ബൈബിളും വിശ്വാസ പ്രമാണവും ഒക്കെ അന്ധമായി അംഗീകരിക്കുന്നവരാണ്. ആരാധന ക്രമത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസ പ്രമാണം അത് പറയുന്നു, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് തുടങ്ങി യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ അതേപടി സ്വീകരിക്കണമെന്ന് പറയുന്നവരാണ് ഈ കൂട്ടർ. കാരണം അത് രേഖകളിൽ ഉണ്ട്, അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നവർ. വേദപുസ്തകത്തിന്റെ ചരിത്രവും കാൽപ്പനിക വിവരണങ്ങളും വേർതിരിക്കാതെ അക്ഷരം പ്രതി വിശ്വസിക്കണമെന്ന് പറയുന്നവരാണ് ഇവർ. അവര് ആത്മാവിനേക്കാൾ അക്ഷരത്തിന് പ്രാധാന്യം നൽകുന്നവർ ആണ്. മൂന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് കൺഫോമിറ്റി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് സെറമോണിയൽ ഒബ്സർവൻസിൽ ഒരു മാറ്റവും വരുത്തരുത് എന്ന് വാദിക്കുന്നവർ. ഇവരെ നമുക്ക് those who major on minor things എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. പൂർവ മാതാപിതാക്കൾ ആചരിച്ചു വന്നത് അതുപോലെ ആചരിക്കണമെന്ന് പറയുന്നവർ. ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഡിബേറ്റുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 12 മെഴുകുതിരി ഇല്ലെങ്കിൽ, ത്രോണോസിൽ കുരിശും മെഴുകുതിരിയും ഇല്ലെങ്കിൽ, ധൂപക്കുറ്റി ഇല്ലെങ്കിൽ, കിഴക്കോട്ട് നോക്കിയില്ലെങ്കിൽ, ഇന്ന വേഷങ്ങളൊക്കെ ധരിച്ചില്ലെങ്കിൽ വിശ്വാസമില്ല എന്ന് കരുതുന്ന കൂട്ടരാണ് ഇവർ. സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ യുക്തി പ്രയോഗിക്കുന്നത് ദൈവകോപം വിളിച്ചു വരുത്തുമെന്ന് പറയുന്നവരാണ് ഇവർ. യേശുവിന്റെ കാലത്തെ ബ്ലീഡിംഗ് ഫാരിസീസിന് തുല്യരാണ് ഇവർ. ഇവിടെയാണ് എന്താണ് യഥാർത്ഥ വിശ്വാസം എന്ന ചോദ്യം വരുന്നത്. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യമാണ് വിവരിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസം എന്നത് ബൈബിളിലെ ഒരു കേന്ദ്ര വിഷയമാണ്. ദൈവത്തിലും അവന്റെ വാഗ്ദാനങ്ങളിലുമുള്ള ആശ്രയവും ദൈവം എല്ലാറ്റിനും മതിയാവനാണ് എന്ന ബോധ്യവുമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശു എന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആകെത്തുക. മറ്റെല്ലാ കാര്യങ്ങളും സെക്കൻഡറിയാണ്. എന്തല്ല വിശ്വാസം എന്ന് പറഞ്ഞ ആദ്യത്തെ ഗണത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ്. രണ്ടാമത്തേതും മൂന്നാമത്തേതും
വിശ്വാസ രൂപീകരണത്തിനും വിശ്വാസ ജീവിതത്തിനും അനുബന്ധമായിട്ടുള്ളതാണ്. നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ച് പിന്നീട് അതിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ക്രീഡൻസും കൺഫോമിറ്റിയും. വിശ്വാസം എന്നത് ഒന്ന്, ഇറ്റ് ഈസ് എ കൺവിക്ഷൻ, ഒരു നിശ്ചയമാണ്. ബീയിങ് കൺവിൻസ്ഡ് ദാറ്റ് വാട്ട് വി ബിലീവ് ഇൻ ഈസ് ട്രൂ. വസ്തുത അറിയുന്നത് വിശ്വാസത്തിന്റെ പകുതി മാത്രമാണ്. നാം ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ദൈവവചനം അതിന്റെ ആത്മാവിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ നിശ്ചയം വെളിപ്പെട്ട് വരുന്നത്. രണ്ട്, ഇറ്റ് ഈസ് എ കോൺഫിഡൻസ്. അതൊരു ആത്മബോധമാണ്. നമ്മുടെ ബോധ്യങ്ങൾക്ക് ഇരട്ടി ഉറപ്പ് നൽകുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്, ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്. ഇത് നിശ്ചയത്തിന്റെയും ബോധ്യത്തിന്റെയും പ്രതിഫലനമായ പ്രതിബദ്ധത അഥവാ സമർപ്പണം ആണ്. വലിയവനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്, അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസമല്ല നമുക്ക് ആവശ്യം എന്ന് നാം ഏവരും തിരിച്ചറിയണം. രണ്ടാമത്, hope. Hope is the dimension that reaches forward and claims the purpose of God എന്നാണ് ആ ചിന്തകൻ പറയുന്നത്. Hope is the dimension that reaches forward and claims the purpose of God. വിശ്വാസം പോലെ പ്രത്യാശയും ഒരു റിലീജിയസ് ടേം അല്ല. വിശ്വാസത്തിൽ എന്ന പോലെ ജീവിതം മുന്നോട്ട് പോകുന്നത് പ്രത്യാശയിലാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം നഷ്ടപ്പെടും. ഒന്നുകിൽ നാം ഭ്രാന്തരാകും, അല്ലെങ്കിൽ നാം ആത്മഹത്യയിലേക്ക് തിരിയും. എന്തല്ല ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കാം. ഒന്ന്, an optimistic temperament is not hope in Christian perspective. ക്രിസ്തീയ വീക്ഷണത്തിൽ പ്രത്യാശ എന്നാൽ അത് കേവലം ശുഭാപ്തി വിശ്വാസം അല്ല. രണ്ട്, ബീയിങ് ഷുവർ ഓഫ് എ ബെറ്റർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഹോപ്പ്. ഒരു നല്ല ഭാവിയെ കുറിച്ച് ഉറപ്പുണ്ടായിരിക്കുക എന്നതല്ല പ്രത്യാശ. വാസ്തവത്തിൽ ഭാവി നമ്മുടെ കൈകളിലല്ല. അത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനും കഴിയുകയില്ലല്ലോ. മൂന്ന്, hope is not the prospect or hypothesis of futurology. പ്രത്യാശ കേവലം ഒരു വീക്ഷണമോ അല്ലെങ്കിൽ ഭാവി ശാസ്ത്രത്തിന്റെ സാങ്കല്പിക സിദ്ധാന്തമോ അല്ല. അഞ്ചാമത്, hope is not the conviction that in human conflicts the good shall always win over the bad, the poor over the powerful, truth over falsehood. മാനുഷിക സംഘടനകളിൽ നന്മ എപ്പോഴും തിന്മയുടെ മേലും ദരിദ്രർ ശക്തരുടെ മേലും സത്യം അസത്യത്തിന് മേലും ആയിരിക്കും എന്ന ബോധ്യമല്ല പ്രത്യാശ. ആത്യന്തികമായി നന്മ തിന്മയെ ജയിക്കും എന്നത് ഒരു പൊതുധാരണയാണ് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്രിസ്തീയ പ്രത്യാശ? ഒരു ചിന്തകൻ പറയുന്നു, hope is the telescope through which a person is enabled to see the future in the midst of passion എന്ന്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനെ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണല്ലോ ടെലിസ്കോപ്പ്. കുരിശിലെ പീഡാനുഭവത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്തതാണ് ഈ പ്രത്യാശ. ഒരു വ്യക്തിയെ പീഡാനുഭവത്തിലും ഭാവി കാണാൻ പ്രാപ്തമാക്കുന്ന ദൂരദർശിനിയാണ് ഈ പ്രത്യാശ. യേശുക്രിസ്തുവിന്റെ സഹനത്തിന് ചൂളയിലാണ് ഈ ദൂരദർശിനി നിർമ്മിച്ചിരിക്കുന്നത്. ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് ചില വസ്തുതകൾ. ഒന്ന്, ക്രിസ്ത്യൻ ഹോപ്പ് ഈസ് ദ സെക്യൂരിറ്റി ടു ഒബ്റ്റെയിൻ, പൊസസ് ആൻഡ് എൻജോയ് വാട്ട് വി കനോട്ട് സീ. നമുക്ക് കാണാൻ കഴിയാത്തത് നേടാനും സ്വന്തമാക്കുവാനും ആസ്വദിക്കാനുമുള്ള സുരക്ഷിതത്വമാണ് ക്രിസ്തീയ പ്രത്യാശ നൽകുന്നത്. ക്രിസ്തീയ പ്രത്യാശ is a Siamese twin of faith എന്ന് പറയാനായിട്ട് സാധിക്കും.
പ്രത്യാശയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസം നമ്മുടെ പ്രത്യാശയുടെ പ്രകടനമാണ്. റോമർ 8:24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പ്രത്യാശയാൽ അല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. എബ്രായ ലേഖനം 11 അധ്യായം മുഴുവനും ദൈവഭക്തർക്കുണ്ടായിരുന്ന പ്രത്യാശ അവരുടെ പ്രായോഗിക ജീവിതത്തെ എങ്ങനെ വെളിവാക്കി എന്നതിന്റെ സാക്ഷ്യം ആണ്. രണ്ടാമത്, hope is the firm conviction that the promises we know by faith will be fulfilled. വിശ്വാസത്താൽ നമുക്ക് അറിയാവുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുമെന്ന ഉറച്ച ബോധ്യമാണ് പ്രത്യാശ. വിശ്വാസത്തിന്റെ കണ്ണാൽ കാണുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന ഉറച്ച ബോധ്യമാണ് പ്രത്യാശ. എബ്രായർ 11:7 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. 3, hope reflects in human commitment. പ്രത്യാശ പ്രതിഫലിപ്പിക്കപ്പെടുന്നത് മനുഷ്യന്റെ പ്രതിബദ്ധതയിലാണ്. ക്രിസ്ത്യവിശ്വാസം സർവശക്തനായ ദൈവത്തിന്റെ നന്മയിലും കരുണയിലും അധിഷ്ഠിതമാണ്. അതിനാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നവർ ദൈവിക പദ്ധതി അംഗീകരിക്കുന്നവരും ദൈനംദിന ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരും ആകണം. ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ ധാരാളിത്തം കണ്ട് വെള്ളമിറക്കി ജീവിക്കാനല്ല, മറിച്ച് ഇവിടെ സ്വർഗം വെളിപ്പെടുത്തുവാനും യേശുക്രിസ്തു വെളിപ്പെടുത്തിയ രക്ഷാകര പദ്ധതി നടപ്പിലാക്കുവാനും ആണ്. The basis of Christian hope is the certainty of God's love. ക്രിസ്ത്യ പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. If hope is the Siamese twin of faith, love is the byproduct of that twin. 3, love is a dimension that reaches outward and claims the people of God. നമുക്കറിയാം, ബന്ധങ്ങളുടെ തരം അനുസരിച്ച് ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. Eros, which represents sexual passion and desire. Philia, which represents deep friendship or affectionate regard. Storge, which represents familial love or natural affection. Philautia, self-love. Pragma, practical love that develops over time. Ludos, playful love or flirtation. And finally, agape, unconditional love or charity. നിസ്വാർത്ഥ സ്നേഹം. നമ്മെ സ്നേഹിക്കുന്നവരോടും മാത്രമല്ല, നമ്മെ വെറുക്കുന്നവരോടും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരോടും പ്രകടിപ്പിക്കേണ്ടതാണ് ഇത് എന്ന് ഗിരിപ്രഭാഷണത്തിൽ നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-48 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കേണ്ടത്? സ്വർഗത്തിലെ നമ്മുടെ പിതാവിന്റെ സ്വഭാവത്തിൽ എത്തുവാൻ വേണ്ടിയാണ് ഈ സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ അവിടെ കാണുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന മനോഹരമായൊരു വാക്കാണ് സോളാർ എത്തിക്സ് എന്ന് പറയുന്നത്. സോളാർ എത്തിക്സ് ആണ് ദൈവത്തിൽ നാം കാണുന്നത്. മേൽ പറഞ്ഞ മറ്റെല്ലാ വാക്കുകളും വികാരവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അഗപ്പെ നമ്മുടെ വ്യക്തിത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഗപ്പയുടെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്കുകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. വാക്യം 4 മുതൽ 7 വരെ ഒന്ന് വായിക്കട്ടെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല,
ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇങ്ങനെ 14 ഭാവങ്ങളാണ് ഈ പറയുന്ന അഗപ്പയ്ക്ക് ഇവിടെ വിശുദ്ധ പൗലോസ് വിശേഷണമായി നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. അഗപ്പയുടെ സ്വഭാവത്തെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. 1, സിൻസിയർ, ആത്മാർത്ഥതയുള്ളത്. 2, ഇന്നസെന്റ്, നിഷ്കളങ്കതയുള്ളത്. 3, ജനറസ്, ഔദാര്യമുള്ളത്. 4, ഫർഗിവിംഗ് ആൻഡ് റെസ്റ്റോറിംഗ്, ക്ഷമിക്കുന്നത്, വീണ്ടെടുക്കുന്നത്. 5, നോൺ സെന്റിമെന്റൽ, വൈകാരികത സ്വാധീനിക്കാത്തത്. യേശുവിന്റെ ജീവിതത്തിൽ നാം കാണുന്നതും അവന്റെ ഓരോ ശിഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയാണ്. യഥാർത്ഥ മനുഷ്യത്വത്തെ പ്രകടമാക്കുന്ന ശാശ്വതമായ 3 മാനങ്ങളും ഇവയാണ്. യേശുവിലുള്ള വിശ്വാസം നമ്മെ യേശുവിന്റെ വിശ്വാസത്തിലേക്ക് നയിക്കണം. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ധാർമ്മികവും നീതിപൂർവമായ സ്വഭാവത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാവണം. സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മിലെ സ്വാർത്ഥ സ്വഭാവത്തെ കീഴടക്കുന്നത് ആവണം. ഇങ്ങനെയുള്ള സ്ഥായിയായ 3 ഭാവങ്ങളുടെ ഉടമകളായി ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം തന്നതിന് സുനിലച്ഛനോട് കൃത്യമായിട്ടുള്ള സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചു. എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇനിയിപ്പോ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാകും എന്ന് കരുതുന്നു. അതിനുള്ള സമയമെടുക്കാം. താങ്ക് യു. അച്ഛാ. അച്ഛൻ വളരെ മനോഹരമായിട്ട് 1 കൊരിന്ത്യരുടെ വിശാലമായ ഒരു ബാക്ക്ഗ്രൗണ്ടില് 13-ാം അധ്യായത്തിന്റെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിരുന്നു. സ്നേഹത്തിന്റെ പല ഡയമെൻഷനെ കുറിച്ച് അച്ഛൻ നമ്മോട് പറഞ്ഞു. എന്നാൽ അഗാപ്പെ, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് എക്കാലത്തും പ്രചോദനം നൽകുന്ന ഒരു അധ്യായമാണല്ലോ 1 കൊരിന്ത്യർ 13. നമ്മളുടെ പുതിയ ആരാധനാക്രമത്തിൽ വിവാഹ ശുശ്രൂഷയിലെ ലേഖന ഭാഗത്ത് ഈ അധ്യായം വായിക്കാൻ വേണ്ടിയുള്ള അനുവാദം സഭ തരികയും അതിപ്പം പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളിലൊക്കെ പ്രിന്റ് ചെയ്ത് വരികയും ചെയ്തു. എഫേസ്യ ലേഖനത്തിന് പകരം അച്ഛന് നമ്മളെ വളരെ മനോഹരമായിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു. അച്ഛാ, വളരെ നന്ദി. ഇനിയും ചർച്ചയ്ക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ചോദ്യങ്ങളും എല്ലാം പറയാനുള്ള അവസരമുണ്ട്. സുനിലച്ച, അനൗൺസ്മെന്റ് എന്നതിനും ഉണ്ടോ അതിന് ഇടയ്ക്ക്? ഇല്ല, അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. അവസാനം നന്ദി പറയുന്ന മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോഴേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത് ഓരോരുത്തർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് ചോദിക്കാം. അതൊന്ന് പേര് വിളിച്ചേക്കണം ഹാൻഡ് റൈസ് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായും. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാം. സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, ബെന്നി പരിമണം. താങ്ക് യു അജി വർഗീസ് അച്ഛാ. വളരെ മനോഹരമായ ബൈബിൾ സ്റ്റഡി, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ അധികരിച്ച അച്ഛൻ്റെ ചിന്തകൾ കേൾക്കുവാനും മനോഹരമായ ബൈബിൾ സ്റ്റഡി കേൾക്കുവാനും ഒക്കെ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ ഈ ബൈബിൾ സ്റ്റഡി നടത്തുന്നതെന്ന്. ആ ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. വളരെ മനോഹരമായി തന്നെ ബൈബിൾ സ്റ്റഡി കൊണ്ടുപോയി. അച്ഛാ, എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ അച്ഛൻ ഈ പറഞ്ഞ ഈ നിസ്വാർത്ഥമായ സ്നേഹം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്കത് എങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുത്താനായിട്ട് സാധിക്കും? നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കേൾക്കാൻ പറ്റും, പക്ഷേ എങ്ങനെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ എങ്ങനെ അത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? നമുക്ക് അങ്ങനെ ഒരു റോൾ മോഡലിനെ ഈ ഒരു കാലഘട്ടത്തിൽ കാണിക്കാനായിട്ട് പറ്റും. ഒരുപക്ഷെ
പണ്ട് യേശു ക്രിസ്തു, ഗാന്ധിജി അങ്ങനെയുള്ളവരെയൊക്കെ കാണിക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ ഈ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കേണ്ട ഒരു വസ്തുവാണ്. ഇപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്നിൽ തന്നെ ഒതുങ്ങാതെ അത് എങ്ങനെ നമുക്കതൊരു പ്രകടനപരത ഉള്ളതാണോ, അതെപ്രകാരമായിരുന്നു എന്നുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്നാലും താങ്ക് യു അച്ഛാ. താങ്ക് യു. ഉത്തരം ഞാൻ പറയാമോ? അജി വർഗീസ് അച്ഛൻ പറയാം. അതായത് ബെന്നിയുടെ ആദ്യത്തെ ചോദ്യം ഈ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അഗാപ്പെ നമുക്ക് ഈ ലോകത്തിൽ കാണിക്കാൻ വേറെ മോഡലുകൾ അന്വേഷിക്കുന്ന. ഈ മോഡലുകൾ അന്വേഷിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു മോഡലിനെ, പെർഫെക്റ്റ് മോഡലിനെ കണ്ടെത്താൻ സാധിക്കത്തില്ല. നമ്മളൊരു മോഡലായി മാറാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. മറ്റാരെങ്കിലും ഇത് ചെയ്യട്ടെ, മറ്റാരിലെങ്കിലും നമുക്കിത് കാണാം എന്ന് പറഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ആവോളം സ്നേഹമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കുക, ഓരോ വ്യക്തികളും ശ്രമിക്കുക എന്നത് മാത്രമേ ഇതിന് പ്രതിവിധിയായിട്ടുള്ളൂ, മറുമരുന്നുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശ്വാസത്തിന്റെ പ്രകടഭാവം എന്താണ്? വിശ്വാസത്തിന്റെ പ്രകടഭാവമാണ് സ്നേഹവും പ്രത്യാശയും എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. അത് എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. വിശ്വാസം ഉണ്ട് എന്ന് നമ്മൾ പറയുകയും അത് പ്രവൃത്തിയിൽ കാണാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ഫലമില്ല എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത് നമുക്കറിയാം. അപ്പോ വിശ്വാസം അത് പ്രകടിപ്പിക്കേണ്ടതാണ്. പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. താങ്ക് യു അച്ഛാ. താങ്ക് യു. മറ്റാർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അച്ഛാ, വിൽസൺ കരിമ്പന്നൂർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിൽസൺ കരിമ്പന്നൂർ സാർ ചോദിക്കാം. അച്ഛന്റെ പ്രഭാഷണം വളരെ അർത്ഥ ഗംഭീരമായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യാവസാനം കേൾക്കാൻ സാധിച്ചില്ല. അല്പം ലേറ്റ് ആയിട്ടാണ് കയറിയത്. കേട്ട ഭാഗം വളരെ ഗംഭീരമായിരുന്നു. ഈ അഗാപ്പെ എന്നുള്ളത് സ്നേഹഭോജനം, പന്തി ഭോജനം എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ചിലപ്പം തെറ്റാകാം. എൻ്റെ ഓർമ്മയില് ഞാൻ ഇത്രയും നാളും അതിനെ ഒരു പന്തി ഭോജനം അല്ലെങ്കിൽ സ്നേഹഭോജനം എന്നുള്ളൊരു അർത്ഥത്തിലാണ് കേട്ടിട്ട് ഉള്ളത്. അച്ഛൻ പറഞ്ഞപ്പോഴേ ഇങ്ങനെ വിശാലമായ അർത്ഥവും സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഈ പന്തിഭോജനവും സ്നേഹഭോജനവും എന്നുള്ളൊരു അർത്ഥവും ഉണ്ടോ അഗാപ്പയ്ക്ക് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്റെ അറിവിൽ അഗാപ്പയ്ക്ക് പന്തിഭോജനം എന്നൊരർത്ഥം ഇല്ല. പക്ഷെ നമ്മള് ഒന്നിച്ചു ചേർന്ന് ആഹാരം കഴിക്കാനായിട്ട് കൂടി വരുമ്പോ അത് അഗാപ്പയുടെ ഒരു എന്നാ പറയുന്നത്, അതിന്റെ ഒരു പ്രദർശനമാണ് എന്ന അർത്ഥത്തിലാണ് അഗാപ്പെ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ അഗാപ്പെ എന്ന വാക്കിൽ ആ ഒരു അർത്ഥം ഇല്ല. എന്നാൽ അതിന്റെ ഏതൊരു സ്നേഹത്തിന്റെ പ്രകട അനുഭവത്തിലും ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അതിന്റെ ഒരു പ്രകടഭാവമാണല്ലോ. മറ്റേത് അഗാപ്പെ മീലാണ്. പൊതുവെ കേൾക്കുന്ന അഗാപ്പെ എന്ന് പറയുമ്പോൾ സ്നേഹഭോജനം എന്നുള്ള ഒരു ആശയം വരുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അഗാപ്പെ മീൽ എന്നുള്ളത് ചേർക്കുന്നതിന് പകരം അഗാപ്പെ എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അഗാപ്പെ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥ മാത്രമേ ഉള്ളൂ, സ്വാർത്ഥതയില്ലാത്ത. ആദിമ ക്രൈസ്തവ സഭയിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് അഗാപ്പെ മീൽ നടന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദ്യം ചോദിച്ചത്. അഗാപ്പെ അല്ല, അതാ സ്നേഹത്തിന്റെ പ്രകടഭാവമാണല്ലോ ഈ പറയുന്ന മീൽ എന്ന് പറയുന്നത്. അതെ അതെ അതെ, അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. അതെ. അടുത്ത വി ജേക്കബ് സാർ ചോദിക്കുന്നു. അച്ഛൻ്റെ പ്രഭാഷണം വളരെ അർത്ഥഗംഭീരമായിരുന്നു. അത് ഈ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ വിശ്വാസം എന്തല്ല, അതുപോലെ തന്നെ പ്രത്യാശ എന്തല്ല, സ്നേഹം എങ്ങനെയാ, എന്താ, ഇതെല്ലാം വളരെ അച്ഛൻ്റെ പ്രഭാഷണം
വളരെ അർത്ഥവത്തായിരുന്നു. ഇപ്പോഴേ ഈ അന്ധമായ ഒരു വിശ്വാസം പലർക്കും ഉണ്ട്. ഈ അച്ഛൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിൽ നിന്നും അതിൽ നിന്ന് വിടർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത് എല്ലാ തരത്തിലും ഉണ്ട്. ഇപ്പൊ പഴയ ഇപ്പം ഒരു കല്യാണത്തിനൊരു ഇറങ്ങുന്ന സമയത്ത് രാഹുകാലം, അത് നമ്മളുടെ ഇതിൽ നിന്ന് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരു നല്ലൊരു വിഭാഗം ആളുകൾ എന്താണെന്ന് അറിയത്തില്ല, അതിനകത്ത് ലോജിക്കും ഇല്ലാത്ത കാര്യം. അതുപോലെ തന്നെ ഈ പഴയ കാലത്ത് കല്യാണങ്ങൾക്കൊക്കെ ഈ അന്നത്തെ ആളുകളൊക്കെ മുറുക്കുന്നവരാ, വെറ്റില ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴേ ദക്ഷിണ കൊടുക്കുന്നത് അത് ആചാരം ഇന്നും തുടർന്നുകൊണ്ട് വന്ന വെറ്റില വാക്കാണ് കൊടുക്കുന്നത്. അതിന്റെ ലോജിക്ക് ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു രീതികൾ, ആരാധനയെ പോലും പല കാര്യങ്ങളും, ഇപ്പൊ സ്ത്രീകൾക്ക് മധുവാ പ്രവേശനം ഒക്കെ ഉള്ള കാര്യങ്ങൾ, അതിനുവേണ്ടിയൊക്കെ അതിന് എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ എതിർക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനം, ഇത് യഥാർത്ഥത്തില് എങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഡിഫൈയിങ് ദ പീപ്പിൾ എന്ന് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. എഡിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പറഞ്ഞ് ഇതിന്റെ ലോജിക്കില്ലായ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇപ്പൊ ഈ കേൾക്കുന്നവരിൽ തന്നെ ചില ആളുകൾ അത് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. ഈ രാഹു, സാറ് പറഞ്ഞ രാഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നാൽ പ്രായോഗികമായിട്ട് അത് കാര്യമൊന്നും ഉള്ളതല്ല എന്ന് അംഗീകരിക്കുന്നവരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. എന്നാൽ ഏതാ ശരിയെന്ന് ചോദിച്ചാൽ രാഹുവും ഇല്ല, അങ്ങനെയുള്ളതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നതാണ് ശരി. അത് പക്ഷെ എഡിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഓരോന്നും, അതുപോലെ നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിലൊക്കെയുള്ള ലോജിക്ക്, അതായത് ഒരു കാലത്ത് ചിലപ്പോൾ ഇത് ആവശ്യമായിരുന്നിരിക്കാം, എന്നാൽ ഇക്കാലത്ത് അത് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. പലപ്പോഴും ഇക്കാലത്ത് ആവശ്യമില്ലാത്തത് പണ്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളികളിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഒക്കെ പലതും ആവശ്യമുള്ളതല്ല. പക്ഷെ നമ്മൾ പണ്ടുണ്ടായിരുന്നത് കൊണ്ട് അതെങ്ങനെ തുടർന്ന് കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം. ഇത് കാലാകാലങ്ങളിൽ ഇത് വിചിന്തനം ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്, പുതിയത് വരേണ്ടതുമാണ് ആവശ്യമെങ്കിൽ. അല്ല, ഇതിനു വേണ്ടി ആരെങ്കിലും പറയുമ്പോ അവരുടെ സഭാ വിരുദ്ധരായിട്ടും ഒക്കെ മുദ്ര കുത്തപ്പെടുന്നുമുണ്ട്. അതൊക്കെ ഉണ്ടാവും. കാമ്പുണ്ട്, കാമ്പല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് അഡീഷൻ ഉണ്ട്. ഈ കാമ്പ് നമ്മൾ വിട്ട് കളയാതെ അഡീഷണൽ ചേർക്കുന്നതിന് അത് സെക്കൻഡറി ഏതാണെന്നും പ്രൈമറി ഏതാണെന്നും ഉള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസത്തിൽ പ്രൈമറി എന്താണ്? അത് ഇറ്റ്സ് എ കൺവിക്ഷൻ, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇത് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ടത്. മറ്റേത് ബാക്കിയുള്ളതൊക്കെ അതിന്റെ പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിന്റെ സെക്കൻഡറി ആണ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്കൊന്ന് ഷൈജു, BS ഷൈജു ഇപ്പൊ ചോദിക്കുന്നു. BS ഷൈജു, ഷൈജു ചോദിക്കാം. ഒരു ചെറിയ ചോദ്യമാണ്. മാനവികതയുടെ സ്ഥായിഭാവങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന അച്ഛൻ പറഞ്ഞത്, അത് അത്രയും മാത്രമാണോ? അതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യമാണ്. ഗലാത്യർ 5:22-23 പറയുന്നത് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. അപ്പൊ അത്തരം കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട്, അതെ, അത്തരം കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നല്ലതല്ലേ? അതായത് ഈ വിശ്വാസത്തിന്റെ ആ കാറ്റഗറിയിൽ പിന്നെ ഇതെല്ലാം വരും. നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വരുന്നതാണ് ഈ പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഈ 9 ഗുണങ്ങളും ആ വിശ്വാസത്തിന്റെ അനുഭവമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ആണ്.
സ്നേഹത്തിന്റെയും പ്രോഡക്റ്റ് അത്. മനസ്സിലായില്ലേ? അതായത് അതുപോലെ തന്നെ അത് താങ്കൾ ചോദിച്ചപ്പോ അതിനോട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ എനിക്കുണ്ട്. അതായത് ഈ നമ്മൾ പല ആളുകളും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന വാക്ക്. അവിടെ ആത്മാവിന്റെ ഫലം എന്നേ ഉപയോഗിക്കുന്നുള്ളൂ. പ്രഗത്ഭരായ ആളുകൾ പോലും ഈ ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് ഈ 9 എണ്ണത്തെ വിവരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആത്മാവിന് ഒരു ഫലമേ ഉള്ളൂ. ആ ഫലത്തിന്റെ പല ഭാവങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു മാങ്ങ എടുത്താൽ ആ മാങ്ങയ്ക്ക് ഒരു രുചി അല്ല. ആണോ? ഒരു രുചിയല്ല, പല രുചിയുണ്ട്. ആ മാങ്ങയുടെ പുറം തോടിനൊരു രുചിയുണ്ട്, അകവശത്തിനൊരു രുചിയുണ്ട്. മാങ്ങയുടെ ഫ്ലഷിന് തന്നെ അതിന്റെ പുറഭാഗത്തൊരു രുചിയുണ്ട്, അകംഭാഗത്തിന് മറ്റൊരു രുചിയുണ്ട്. മാങ്ങാണ്ടി എന്ന് പറയുന്ന അതിന്റെ സീഡിന് ഒരു രുചിയുണ്ട്, അകത്തെ അതിന്റെ കേർണലിന്, അതിന്റെ അതിന്റെ കാമ്പിന് ഒരു രുചിയുണ്ട്. ഇതെല്ലാം വേറെ വേറെ രുചിയാണ്, പക്ഷെ ഒരു മാങ്ങയാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അതായത് ആത്മാവിന് ഒരു ഫലമേ ഉള്ളൂ. ആ ഫലത്തിന്റെ പല രുചികളാണ്. അതായത് ആത്മാവിന്റെ വരങ്ങൾ പലതുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ കൂടുതലോ ഒരാൾക്ക് കിട്ടിയെന്ന് വരാം. എന്നാൽ ആത്മാവിന്റെ ഫലം ഇത് ഒന്നേ ഉള്ളൂ. അത് ഈ പറയുന്ന 9 ഗുണങ്ങളും ഈ ഫലത്തിൽ ഉണ്ടായിരിക്കണം, ഒരു വ്യക്തിയിൽ ഉണ്ടാവണം. അത് അതിന്റെ വാസ്തവത്തിൽ ആത്മാവിന്റെ ഫലമോ എന്ന വാക്ക് അവിടെ പൗലോസ് ഉപയോഗിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ ഒരു പ്രകടഭാവമാണ് ഈ ഫലം. ആഴമുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കും തോറും ഈ ഫലത്തിന്റെ അനുഭവവും വർദ്ധിക്കും, വലുതാവും. ചോദിക്കും. ഹലോ അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത്, ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായിട്ടുള്ള സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഡയറക്റ്റ് യേശുവിലുള്ള വിശ്വാസമോ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവണമെന്നില്ല. പക്ഷെങ്കിൽ രാഹുവും കേതുവും അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ സ്നേഹം അവരിൽ ക്രിസ്തുവിന്റെ സ്നേഹമല്ലേ വെളിപ്പെട്ടിരിക്കുന്നതോ മറ്റെന്തെങ്കിലും സ്നേഹമാണെന്ന് പറയാനും? സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാവം എന്ന് പറയുന്നത്, അത് നമ്മൾ പറയുന്നു ക്രിസ്തുവിലാണെന്ന്. എന്നാൽ ഈക്വലായിട്ട് അതുപോലെ തന്നെയുള്ള അനുഭവത്തിലൂടെയാണ് മറ്റു മതസ്ഥർ കടന്നു പോകുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് സംശയിക്കാനോ നമുക്ക് അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് എൻ്റെ ധാരണകളിലും എൻ്റെ അറിവിലും അനുസരിച്ച് മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കാവൂ അല്ലെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാവൂ എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല. ഇത് നമ്മളുടെ ഈ സ്നേഹത്തിന്റെ തലം, വിശ്വാസത്തിന്റെ തലം, അത് നമ്മൾ പരിമിതിപ്പെടുത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. എം തോമസ് സാറിന്റെ ഒരു പുസ്തകം തന്നെ ആ ഒരു ചിന്ത നൽകിക്കൊണ്ട് ഉണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ക്രിസ്തുവിനെ അടക്കി വെക്കാനായിട്ട് സാധ്യമല്ല. ക്രിസ്തു നമ്മുടെ നമ്മുടെ ഓണർഷിപ്പിലുള്ളതല്ല. അത് ലോകത്തിന് വേണ്ടിയുള്ളതാണ്. അത് യേശു ക്രിസ്തു തീരുമാനിക്കുന്നത് ആരൊക്കെ സ്നേഹിക്കുന്നു, ആരൊക്കെ സ്നേഹിക്കാതിരിക്കുന്നു എന്നുള്ളത്. അല്ല, നമ്മളുടെ ഒരു ഡെഫിനിഷനിൽ യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന് അവിടെ ഈ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെ കൊണ്ടുവരാൻ നമുക്ക് അവകാശം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ രാജവഞ്ചേരിയത്തിന് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് പറയാൻ ഒക്കുമെന്ന് എന്റെ വിചാരം. നമ്മൾ ജീവിക്കുന്ന ഒരു സെക്യുലർ സമൂഹത്തില് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, പ്രായമൊക്കെ ആയി, അതുകൊണ്ട് ആ പുസ്തകത്തിന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അതായത് പുസ്തകത്തിന്റെ ടൈറ്റിൽ ഞാൻ വിട്ടുപോയി. എം തോമസ് സാറിന്റെ വളരെ പ്രസിദ്ധമായിട്ടൊരു പുസ്തകമുണ്ട്, റിസ്കിംഗ് ക്രൈസ്റ്റ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. യാ, ദാറ്റ്സ് റൈറ്റ്. റിസ്കിംഗ് ക്രൈസ്റ്റ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. അതാ നമ്മളിങ്ങനെ ക്രിസ്തുവിനെ പ്രൈവറ്റ് ഒരു ഓണർഷിപ്പിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളാരാ തീരുമാനിക്കാൻ ആ ആളുടെ സ്നേഹം യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം അല്ല എന്ന്
പിന്നെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ആരാ? നമ്മൾ ആരുമല്ല. അച്ഛൻ താങ്ക് യു അച്ഛൻ. താങ്ക് യു. അച്ഛൻ എൻഡ്യൂറിങ് ഡൈമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഈ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി വളരെ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നല്ല ബൈബിൾ സ്റ്റഡി ആയിരുന്നു. ചോദ്യമൊന്നുമില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് അച്ഛൻ. നല്ല അതിനെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ബൈബിൾ മെസ്സേജ് ആയിരുന്നു. താങ്ക് യു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛാ, നമുക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അച്ഛാ? ഓക്കെ, ഈ സ്നേഹത്തിന്റെ വിവിധ തലങ്ങളിൽ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ചാട്ടവാർ എടുക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെയും കാണാൻ പറ്റും. അപ്പം അതെ, അത് ഈ സ്നേഹത്തിൽ പറഞ്ഞ ഡെഫിനിഷനകത്ത് വരുന്നതാണോ? പല 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 സാഹചര്യങ്ങളിൽ നമുക്ക് അതെ അതെ അതും കൂടെ ഒന്ന് അച്ഛൻ എന്തോ കുറച്ചൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അതെ, അനീതി, ആ സ്നേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ 6-ാം വാക്യം, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ, അനീതി കാണുമ്പോ അതിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കാനോ അല്ല, അത് സത്യത്തിൽ സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതാ. അനീതിയിൽ സന്തോഷിക്കാൻ ഒക്കാത്ത ഒരവസ്ഥയിലാണ് കർത്താവ് ചാട്ടവാറെടുത്തത്. ഓക്കെ, ഇനി മറ്റാരും ഇല്ലെന്ന് പ്രതീക്ഷിക്കട്ടെ. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാനുള്ള അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ അതിനുള്ള ഒരുമിച്ച് പഠിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അച്ഛാ, ഞാനൊരു വാക്ക് ഓക്കെ, പറയാം. ശാന്തി കൊച്ചമ്മ. അച്ഛാ, ഒന്ന് ആഡ് ചെയ്യാനല്ല, വളരെ മനോഹരമായ ഒരു ബൈബിൾ സ്റ്റഡി ആയിരുന്നു. അത് പറയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ നമ്മൾ അച്ഛൻ വളരെ കൃത്യമായിട്ട് ഈ ആചാരങ്ങൾ എന്തല്ല വിശ്വാസം എന്നതിനെ പറ്റി വളരെ കൃത്യമായി പറഞ്ഞു. അത് വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇക്കാലത്ത്. കാരണം ഇത്രയും ആധുനികമായ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും ലൈഫ് സ്റ്റൈൽസ് എല്ലാം വളരെ ആധുനികമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ അനാചാരങ്ങളുടെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒത്തിരി കാര്യങ്ങളുടെ, അച്ഛൻ പറഞ്ഞ 2-3 സി ചേർത്തുള്ള വാക്കുകൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നടന്നുകൊണ്ടാണ് കേട്ടത് വീട്ടിലോട്ട് വരുന്ന വഴിക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എഴുതി വെക്കാനും പറ്റില്ല. അപ്പൊ ക്രെഡുലസ്, അങ്ങനെയുള്ള വാക്ക്, ക്രെഡുലസ് ഒക്കെ പറഞ്ഞല്ലോ അച്ഛൻ. ക്രെഡുലിറ്റി, ക്രീഡൻസ്, കൺഫോമിറ്റി. അപ്പൊ ക്രെഡുലൻസി, ക്രീഡൻസ്, കൺഫോമിറ്റി, ഇത് 3ഉം ഇന്നത്തെ കാലത്ത് വളരെ പ്രശ്നകരമായിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ്. അപ്പൊ ആ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കെ പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സഭയിലും വിശ്വാസികളുടെ ഇടയിലും കുറച്ചുകൂടി വിശ്വാസം ഉറക്കുകയുള്ളൂ എന്നതൊരു വസ്തുതയാണ്. അതാ നമുക്കുള്ള കുഴപ്പം, വി ട്രൈ ടു മേജർ ഓൺ മൈനർ തിങ്സ്. ചെറിയ കാര്യങ്ങൾ വലിയ കാര്യമാക്കി നമ്മൾ കാണും, പക്ഷെ വലിയ കാര്യങ്ങളെ നമ്മൾ വിട്ട് കളയും. കർത്താവ് തന്നെ പറയുന്നതായിട്ടുള്ള തുളസി, ചതകൂപ്പ എന്നിവയിൽ പതാരം കൊടുക്കും, പക്ഷെ ന്യായം വിട്ടുകളയുകയും ചെയ്യും. അതാണ് ഇന്നത്തെ പ്രശ്നം. അതെ, താങ്ക് യു സോ മച്ച്. വെൽക്കം. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഒന്ന് വിചാരിക്കുകയാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? രാജേന്ദ്രൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? അച്ഛൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ആശയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. കാരണം ഇപ്പൊ വിശ്വാസം എന്നൊക്കെ പറയുന്നതിന് മനുഷ്യന് താണ വിധത്തില് ധൂപക്കുറ്റി ഇടത്തോട്ടും വലത്തോട്ടും വീശുന്നതും മുകളിലോട്ടും താഴോട്ടും കീഴോട്ടും വീശുന്നതും, അങ്ങനെ വീശുന്നതിനെ കുറിച്ചും 12 മെഴുതിരിക്കാലികൾ വെച്ചില്ലെങ്കിൽ കുർബാന ശരിയാകത്തില്ലെന്ന് വിശ്വസിക്കുന്നതും, അങ്ങനെയുള്ള ബാലിശമായുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഭയുടെ ഉന്നതത്തിലിരിക്കുന്ന ആളുകളൊക്കെ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. യഥാർത്ഥ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമായിരിക്കുന്ന മാനുഷികമായിട്ടുള്ള ഭാവങ്ങളും അതിലൂടെ ഈ മനുഷ്യ സമൂഹത്തെ മുഴുവനായിട്ട് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും കരുതാനും കഴിയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമായിക്കൊണ്ടിരിക്കുക, നമ്മുടെ വിശ്വാസത്തിന് പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അഗാപ്പെ എന്ന് പറയുന്നത് ശത്രുവായാലും മിത്രമായാലും അവരുടെ ഏറ്റവും വലിയ നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം. ശത്രുവാകട്ടെ മിത്രമാകട്ടെ, അവരുടെ ഏറ്റവും വലിയ നന്മ നമ്മൾ ആഗ്രഹിക്കും. അതാണ് അഗാപ്പെ എന്നുള്ള ഒരു പ്രൊസസ്. അപ്പൊ അത് ക്രിസ്തീയ ജീവിതത്തില്
അത് പ്രായോഗികമാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കാം. ബെന്നിയൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് പ്രായോഗികത എന്താണെന്നുള്ളതാണ്. നമ്മളുടെ സ്വഭാവവും ചെയ്തികളും ഈ കാലഘട്ടത്തിൻ്റെ ഇത് നോക്കിയാൽ നമുക്ക് അങ്ങനെ അഗാപ്പെ പോലുള്ള ആഴമായ സ്നേഹത്തിൻ്റെ ഡയമെൻഷനൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു. നമ്മൾ ചില ചാരിറ്റി വർക്കുകളിലൊക്കെ നമ്മുടെ ജീവിതത്തെ മുഴുവനൂടെ ക്രമീകരിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിനെ ഊതി വീർപ്പിച്ച് ആടിനെ കൊടുത്താൽ പോലും ഒരു പടം എടുത്തിട്ട് അതങ്ങനെ നമ്മൾ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്നേഹത്തിന് വേണ്ടി മനുഷ്യ ജീവിതങ്ങൾ ബലിയായിത്തീരുന്ന ജീവിതങ്ങളായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രിസ്തീയ ജീവിതം വളരണം. വളർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു, നമ്മൾ തളർന്നു പോകുന്നു. അതുകൊണ്ട് ഈ ചിന്തകള് ജീവരസിച്ച് നമുക്ക് നൽകിയ ചിന്തകള് യഥാർത്ഥമായ ചിന്തകളാണ്. നമ്മുടെ ജീവിതത്തോട് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഡയമെൻഷനിലേക്ക്, സ്നേഹത്തിൻ്റെ ഒരു പുതിയ അർത്ഥതലത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയണം. അതിൽ മതവും ജാതിയും ഒന്നുമില്ല. സ്നേഹത്തിൻ്റെ ഭാഷ്യത്തിൽ മതവുമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അതിനൊക്കെ ഉപരിയായിരിക്കണം സ്നേഹത്തിൻ്റെ ആഴം. അച്ഛൻ്റെ ഈ മനോഹരമായ ക്ലാസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? ഇല്ല അച്ഛാ, പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ബെന്നി പരിമണം ഔദ്യോഗികമായിട്ടൊരു നന്ദി പറയുന്നതാണ്. അതിനുശേഷം കെ സോളമൻസൻ പ്രാർത്ഥിച്ച് രാജീവൻ ചെരിച്ചിന് ആശീർവാദം പറഞ്ഞ് അവസാനിക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സുനിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട സോളമൻ അച്ഛൻ, മറ്റ് വൈദികരെ, ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന ബോധനയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബോധനയുടെ 4ാമത്തെ ബൈബിൾ സ്റ്റഡി വളരെ അനുഗ്രഹീതമായി സമാപിക്കുവാനായിട്ട് പോവുകയാണല്ലോ. ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡിക്ക് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛനാണ്. ഒരുപക്ഷെ നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്ന ഒരു അധ്യായമാണ്. പ്രസംഗങ്ങളൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തെ പറ്റി. സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത്. എന്നാൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ പോകുവാനായിട്ട് ബഹുമാനപ്പെട്ട ജി വർഗീസ് അച്ഛനിലൂടെ ഇന്ന് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്, അത് എന്താണ്, അത് എന്തല്ല എന്ന് വളരെ വിശദമായിട്ട് തന്നെ, വളരെ സരളമായി, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി മൂലം ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം അച്ഛന് എറണാകുളം ശാലേ മാർത്തോമ ഇടവക വികാരിയായിരുന്നപ്പോഴേ ഞാൻ ആ ഇടവകയുടെ അംഗമായിരുന്നു. ആ ഇടവക UNSM സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചപ്പോൾ, അത് വർഷങ്ങൾക്ക് മുൻപാണ്, അതിനു വേണ്ടുന്ന കൈത്താരുകളൊക്കെ തന്ന് ആ ഇടവകയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും കാണുവാനും ഒക്കെയും ഇടയായത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. പിന്നീട് അച്ഛനുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടൊന്നും സാധിച്ചില്ല. എന്നാൽ ഈ ബോധന അച്ഛനെ വീണ്ടും കാണുവാനും അച്ഛനിലൂടെ കേൾക്കുവാനും ഒക്കെയും ഇടയായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ബോധനയുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഈ ബൈബിൾ സ്റ്റഡി വളരെ വിശാലമായി തന്നെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ അത് എപ്രകാരം പ്രാവർത്തികമാക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ കേൾക്കുവാനായിട്ടുണ്ടായി. ബോധനയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇന്ന് മോഡറേറ്റർ ആയിട്ടിരുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. ഇപ്രകാരമുള്ള എല്ലാ വെബിനാറുകൾക്കൊക്കെയും അച്ഛൻ്റെ സാന്നിധ്യം വളരെയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ അറിവുകൾ, അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെയും ഈ വെബിനാറിലൂടെ കേൾക്കുവാനായിട്ട് ഒക്കെ നമുക്ക് ഇടയാകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ബോധനയുടെ വെബിനാർ വളരെ ഭംഗിയായിട്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ മോഡറേറ്റ് ചെയ്യുകയും അതിൻ്റെ കാമ്പ് ഈ ലേഖനത്തിൽ എന്താണ് എന്ന് ഒരു കൺക്ലൂഡിങ് റിമാർക്ക് പോലെ നമ്മളോട് പറഞ്ഞ്, ജാതി മതം ഒന്നുമില്ലാതെ സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യം അച്ഛനിലൂടെയും നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ബോധനയുടെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മളുടെ VI ജേക്കബ് സാറാണ്. VI ജേക്കബ് സാർ അനുഗ്രഹീതമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. VI ജേക്കബ് സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മളുടെ ബോധനയ്ക്ക് ധാരാളം അച്ഛന്മാരുടെ പങ്കാളിത്തമുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും, കഴിഞ്ഞ 3 മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ ഈ മീറ്റിങ്ങുകളിലും
ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പങ്കാളിത്തം, അവരുടെ ചിന്തകളും നമ്മളുടെ ബൈബിൾ സ്റ്റഡിയോട് ചേർന്ന് പങ്കുവയ്ക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്രകാരവും നമുക്ക് സോളമൻ അച്ഛൻ, അതുപോലെ തന്നെ മൈലച്ചൻ, പി മാത്യു അച്ഛൻ, അങ്ങനെ പല അച്ഛന്മാരെയും നമ്മളുടെ ഈ മീറ്റിങ്ങിൽ കാണുവാനായിട്ട് ഇടയായി. ഈ പങ്കെടുത്ത എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ ഷാജി ലൂക്കോസ് സാറാണ്. ഷാജി ലൂക്കോസ് സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ബൈബിൾ സ്റ്റഡിയോടനുബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചവർ, അതുപോലെ തന്നെ ചർച്ചകളിൽ പങ്കെടുത്തവർ, ഈ ബൈബിൾ സ്റ്റഡി എത്രത്തോളം അത് നമ്മളുടെ മനസ്സിൽ പതിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്രകാരമുള്ള ചർച്ചകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ വരുന്നത്. അവരോടെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സുല്ലച്ചൻ പറഞ്ഞ പോലെ ലോകത്തിലെ വിവിധ ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ പലരും അവരുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ ബൈബിൾ സ്റ്റഡി കേൾക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവരോടെല്ലാവരോടുമുള്ള ബോധനയുടെ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ വളരെ ക്രമമായി ഈ മീറ്റിങ്ങുകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നുവല്ലോ. നമുക്ക് വീണ്ടും സുല്ലച്ചൻ അനൗൺസ് ചെയ്യും. അടുത്ത ഒരു പുതിയ വിഷയമായ ഒരു പുതിയ ബൈബിൾ സ്റ്റഡി ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി രാജു അഞ്ചേരി അച്ഛനോടും വർഗീസ് അച്ഛനോടും പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വാത്സല്യമായും സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, നീ വചനമായി ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞങ്ങളുടെ ഉള്ളിലുള്ള വചനം നീ തന്നെയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ആത്യന്തികമായി നിലനിൽക്കേണ്ട മാനവിക മൂല്യങ്ങൾ, പ്രത്യേകിച്ചും ആത്മീയരായ ഞങ്ങൾക്ക് നിന്നിലുള്ള വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് ഞങ്ങൾ അറിയുന്നത്. പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ച് സ്നേഹത്തിന്റെ അവതാരമായി ലോകത്തിലേക്ക് നീ വന്ന് ജാതമായതാണ്. നിന്റെ സാന്നിധ്യം നിരന്തരം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ നീ സഹായിക്കുന്നു. നിന്നിലുള്ള വിശ്വാസം ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ജീവിക്കുന്ന വർത്തമാന കാലങ്ങളിൽ പലപ്പോഴും അതിനെ വളരെ ചുരുക്കി കാണുകയും അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രത്യാശയും അതിൻ്റെ സ്നേഹവായ്പകളും നഷ്ടമായി കേവലം കൊച്ചു കൊച്ചു കാര്യങ്ങളിലായി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ലിമിറ്റ് ചെയ്യുന്നതിനുള്ള പരിമിതികളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും അപേക്ഷിക്കുന്നു. എന്നാൽ ഞങ്ങളിപ്പോൾ തിരുവചനത്തിലൂടെ കേട്ടതുപോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് ആഴത്തിലുള്ളതാക്കുവാൻ സഹായിക്കണം. പ്രത്യാശയും സ്നേഹവും പങ്കിടുന്നവരായി ലോകത്തിൽ ജീവിപ്പാൻ, സാക്ഷ്യമുള്ളവരായിരിക്കാൻ ഇടയാക്കണം. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ വെളിപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെയും ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ മൂല്യാധിഷ്ഠിതമായി, വചനാധിഷ്ഠിതമായി ജീവിക്കുന്നതിനുള്ള പെയിൻ ഏറ്റെടുക്കുവാനായിട്ട് സമൂഹങ്ങളെയും ഞങ്ങളെയും തന്നെ ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എങ്ങനെ ഈ ആഴമായ വിശ്വാസത്തിലേക്ക് വളരുവാൻ സാധിക്കും? മറ്റുള്ളവർക്ക് ഉള്ള മാനസാന്തരമല്ല, ഞങ്ങൾ തന്നെ ഈ തിരുവചന സത്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും സഞ്ചരിക്കുവാനും നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് വചനം പങ്കുവച്ച പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ ഈ ഫെലോഷിപ്പിനായിട്ട് നന്ദി പറയുന്നു. പലപ്പോഴും അച്ഛനിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വൈകുന്നേരം വീണ്ടും തിരുവചനം പങ്കിടുവാൻ പ്രിയപ്പെട്ട അച്ഛനെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾക്കത് കേൾക്കുവാനോ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തിനും നന്മയ്ക്കും മുഖാന്തരമാകുവാനും ഇടയായല്ലോ. ഇതിന് നേതൃത്വം നൽകുന്ന, ഇതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബെന്നിയെയും പ്രിയപ്പെട്ട സുനിലച്ചൻ, അതുപോലെ ഇതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ ഈ കൂട്ടായ്മയ്ക്കായിട്ട് വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.